Hello dears, welcome to Thunder Kitchen Recipes. ഇന്ന് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ബാക്കി വന്ന ചപ്പാത്തി 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ 3 പേർക്ക് കഴിക്കാൻ പാകത്തിലുണ്ടാവും. ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചപ്പാത്തി ആദ്യം 4 പീസാക്കി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ചെറിയ ചതുര കഷ്ണങ്ങളായോ അല്ലെങ്കിൽ ഇതിൻ്റെ നീളം കുറച്ചുള്ള കഷ്ണങ്ങളായിട്ടോ സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ചേർക്കുക. ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലോ കുറവോ ചേർക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടണം. നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത സവാള ചേർക്കാം. 2 മീഡിയം സവാളയാണ് ഞാൻ സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഇനി സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. സവാള നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഫ്രൈ ചെയ്യാം. പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കനും ചേർക്കാവുന്നതാണ്. ബീഫ് ഞാൻ ഉപ്പിട്ട് വേവിച്ചാണ്. 250 ഗ്രാം ബീഫാണ് വേവിച്ചിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് ബീഫ് സ്റ്റോക്കും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കുക. മസാലയൊക്കെ നല്ലതുപോലെ ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഗ്രേവി കുറുകി ബീഫിൽ പിടിക്കുന്ന പാകമാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫിൽ ഗ്രേവി നല്ലതുപോലെ പൊതിഞ്ഞ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചപ്പാത്തി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചപ്പാത്തി കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരു 3 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ചപ്പാത്തിയൊക്കെ നല്ലതുപോലെ ചൂടായി നല്ല സോഫ്റ്റ് ആകും. നന്നായി ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടോടെ സെർവ് ചെയ്ത് ഉപയോഗിക്കാം. ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. ചൂടായിരിക്കുമ്പോൾ ചപ്പാത്തിയൊക്കെ നല്ല യമ്മി ആയിട്ടിരിക്കും. ഇഷ്ടമുള്ള പച്ച വെജിറ്റബിൾസിൻ്റെ കൂടെ കഴിക്കാം. വെജിറ്റബിൾ സാലഡായിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ പച്ച കുക്കുംബറും ക്യാരറ്റൊക്കെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. നോൺ വെജ് ഐറ്റം ആയതുകൊണ്ട് വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത്. ഇനി വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. കുക്കുംബറും ക്യാരറ്റുമാണ് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ സാലഡായിട്ടും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്തുണ്ടാക്കുന്ന വെജിറ്റബിൾ സാലഡിൻ്റെ കൂടെയും ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.